ഈ അർബുദം എന്ന ഒരു ആ വ്യാധിക്ക് അടിമപ്പെട്ടു പോകുന്ന പലരുമുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ അവർക്ക് കൈത്താങ്ങുമായി ഇടുക്കി വാഴത്തോപ്പ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും പ്രദേശവാസികളും ഒക്കെ ഒന്ന് ഒരുമിച്ചിറങ്ങി. സ്കൂളിലെ NSS യൂണിറ്റാണ് ഇതിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 60-ലേറെ പേരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മുടി മുറിച്ച് നൽകിയത്, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. മുടി മുറിച്ച് നൽകിയത് എന്തിനാണെന്നറിയോ? ഡൊണേറ്റ് ചെയ്യാൻ ക്യാൻസർ രോഗികൾക്ക്. വിഷമമാണോ സന്തോഷമാണോ? സന്തോഷമുണ്ട്. നമ്മളിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു എന്താ പറയുക, ഒരു മുടി ദാനം ചെയ്യുക, വളരെ സന്തോഷം. ക്യാൻസർ രോഗം മൂർച്ഛിച്ച് കീമോതെറാപ്പി ചെയ്യേണ്ടി വരുന്നതോടെ മുടി പൂർണ്ണമായും നഷ്ടപ്പെടും. ഇങ്ങനെയുള്ളവർക്ക് കൈത്താങ്ങാവുകയാണ് ലക്ഷ്യം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ്, NSS ലീഡർ അപർണ എന്നിവരുടെ മുടി മുറിച്ചുകൊണ്ടാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഹെയർ ഡൊണേഷൻ ക്യാമ്പിൽ വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെ 60ഓളം പേർ മുടി നൽകി. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്കാണ് ഇത് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. 1 വർഷത്തോളം കാലമായിട്ട് ഞാൻ ഈ മുടി വളർത്തുന്നതാണ്. അതിപ്പം ഇങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് കൊടുക്കുന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഇത് വളർത്തി ഇതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി ബാർബർ ഷോപ്പിൽ പോയി ഇത് ചുമ്മാ വെട്ടിക്കളയുകയില്ലെന്നുള്ളൊരു തീരുമാനവും കൂടെ ഈ സമയത്ത് എടുത്തിരിക്കുകയാണ്. ക്യാൻസർ വന്നതിൻ്റെ വിഷമം ഒരു വശത്ത്, മറ്റ് സാമൂഹികമായിട്ട് ആരുമായിട്ട് ഇടപെടാതെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അവർക്കൊരു ഡിപ്രഷൻ വരാനുള്ളൊരു വലിയ കാരണമാണ്. അപ്പോൾ അത് മാറ്റി അവർക്ക് സമൂഹവുമായിട്ട് ഇടപെടുന്നതിന് നൽകുന്ന ഒരു വലിയ സഹായമാണ്. അതിൽ യുവതലമുറയായി കുട്ടികൾ വരുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ കാര്യമാണ്. കോട്ടയം, പാല താലൂക്ക് ആശുപത്രികളിൽ കഴിയുന്ന നിർധനരായ ക്യാൻസർ രോഗികൾക്കാണ് സൗജന്യമായി വിഗുകൾ നിർമ്മിച്ചു നൽകുക. വാഴത്തോപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും നാഷണൽ സർവീസ് സ്കീം, ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റിയും സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, കുമളി. അതിൽ ഒരാൾ പറഞ്ഞ പോലെ വെറുതെ അല്ലേ മുറിച്ച് കളയില്ല, ഇനി ഓരോ വർഷം വളർത്തി അത് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം ഈ നിമിഷം എടുത്തു എന്ന് കൂടി പറഞ്ഞു. നല്ല കാര്യം. അപ്പോൾ നിതിൻ, കുട്ടികൾ അല്ലേ, +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നേതൃത്വം നൽകിയെടുത്ത ഒരു തീരുമാനമാണ്. അതിന് നാട്ടുകാരുടെയൊക്കെ വലിയ പിന്തുണ കിട്ടുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ക്യാൻസർ ബാധിതരായ രോഗികൾക്ക് കീമോതെറാപ്പി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുമ്പോൾ അവരുടെ മുടി ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്താറുണ്ട്. അതിനുശേഷം ഇവർ ഈ രോഗത്തെയൊക്കെ അതിജീവിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന മാനസിക വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ളതാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കാം. അതിനെയൊക്കെ അവർ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ തരണം ചെയ്യുന്നത് വിഗുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഈ വിഗുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലരും വിചാരിക്കും ഇതൊക്കെ ഒരു നിസ്സാര കാര്യമല്ലേ എന്ന്. പക്ഷെ ഒരിക്കലുമല്ല. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അതിനുശേഷം വാങ്ങിക്കേണ്ടി വരുന്ന മരുന്നുകൾ, ഇത്തരത്തിലുള്ള വിഗുകൾ, അതിനൊക്കെ വരുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് നമുക്ക് ഒരിക്കലും ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. ഒരു വിഗ് തയ്യാറാക്കാനാണെങ്കിൽ തന്നെ 6 മുതൽ 10 വരെയുള്ള ആളുകളുടെ മുടി ആവശ്യമാണ്. അതുപോലെ തന്നെ 20 സെന്റിമീറ്റർ മിനിമം നീളവും ഉണ്ടായിരിക്കണം. അപ്പോൾ അത്രയും ആവശ്യകതയുണ്ട് ഒരു വിഗ് തയ്യാറാക്കാൻ തന്നെ. അത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഹെയർ ഡൊണേഷൻ ക്യാമ്പ് ആവശ്യകതയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സ്കൂളിൽ വെച്ച് നടത്തി എന്നുള്ളതാണ്. ഒരു സ്കൂളിൽ വെച്ച് നടത്തി ചെറിയ കുട്ടികൾ മുതൽ വലിയ, അതായത് +2 വരെയുള്ള വിദ്യാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നു. ആ നാടിനെ ഒന്നാകെ ഇതിലേക്ക് പങ്കെടുപ്പിക്കുന്നു. ഇതൊരു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ശരിയാണ്. അതാണ് നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികളാണ് അല്ലേ നമ്മുടെ ഭാവി തലമുറയാണ്. അവർ ഏറ്റവും വലിയൊരു നന്മയുടെ വഴി കാണിച്ചു തരുന്നു. അതിന് പിന്നാലെ നാട്ടുകാർക്ക് സഞ്ചരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്.